ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ വാട്സപ്പ് ചാനലിൽ വന്ന ഒരു ചർച്ചയാണ് നിലവിളക്ക് എല്ലാ ദിവസവും തേച്ചു കഴുകണോ എന്നുള്ളത്. ധാരാളം ആളുകൾ അതിന് ശരിയായ ഉത്തരം പറയുകയും ചെയ്തു. നിലവിളക്ക് എന്ന് പറയുന്നത് ഈശ്വരനാണ്. ആ ഈശ്വരനെ എത്ര ശുദ്ധമായി നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുവോ അത്രയും ശുദ്ധമായി തന്നെ നമ്മൾ കൈകാര്യം ചെയ്യണം. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ മുരുകദേവൻ്റെ ഒരു ഫോട്ടോ ഇല്ല, അല്ലെങ്കിൽ വിഗ്രഹമില്ല. നമ്മൾ ഷഷ്ടിവ്രതം എടുക്കുന്നു. നമ്മൾ വിളക്ക് തെളിയിച്ച് വെച്ചിട്ട് മുരുകദേവൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലുന്നു. ആ സമയത്ത് ആ നിലവിളക്കിനെ മുരുകദേവനായിട്ടാണ് നമ്മൾ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നത്. അവിടെ ആ നിലവിളക്ക് മുരുകദേവനാണ്. അതാണ് നിലവിളക്കിനെ ഈശ്വരനായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നിലവിളക്ക് തേച്ചു കഴുകി വൃത്തിയായി തന്നെ സൂക്ഷിക്കണം. തേച്ചു കഴുകാത്ത വിളക്കിൽ ഒരു കാരണവശാലും ദീപം തെളിയിക്കുവാൻ പാടുള്ളതല്ല. ഈശ്വരനാണ്. നമ്മൾ ശ്രീകോവിലിനുള്ളിൽ വസിക്കുന്ന ആ ഒരു ചൈതന്യം പേറുന്ന ആ ഒരു ശില, ആ ഒരു വിഗ്രഹം, ആ വിഗ്രഹത്തെ എല്ലാ ദിവസവും അഭിഷേകം ചെയ്യാറുണ്ട് അല്ലേ? അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈശ്വരനാകുന്ന നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ നിലവിളക്കിനെ നമ്മൾ എല്ലാ ദിവസവും തേച്ചു കഴുകി വൃത്തിയായി തന്നെ സൂക്ഷിക്കണം. പൊടിയൊന്നും വിട്ടിങ്ങനെ മിനുക്കിയെടുക്കരുത്. അങ്ങനെ പൊടിയിട്ട് മിനുക്കാം. ഏത് വിളക്ക്? ഷോക്കേസിൽ പ്രദർശന വസ്തുവായി ഏതെങ്കിലും വിളക്ക് ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിളക്കിനെ പൊടിയൊക്കെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് മിനുക്കി അതവിടെ ഷോക്കേസിൽ വെക്കാം. അല്ലാതെ പൂജാമുറിയിൽ ഈശ്വരന് തുല്യമായി കണ്ട് ആരാധിക്കുന്ന ആ നിലവിളക്ക് എല്ലാ ദിവസവും നിർബന്ധമായും തേച്ചു കഴുകി വൃത്തിയായി തന്നെ സൂക്ഷിക്കണം. ഇനി എത്ര തിരിയിട്ട് തെളിയിക്കാം? നമുക്ക് ഒരു തിരിയിട്ട് വേണമെങ്കിലും തെളിയിക്കാം, 2 തിരിയിട്ട് തെളിയിക്കാം. അതായത് 2 വശത്തേക്ക് തിരിയിട്ട് തെളിയിക്കാം. ഒരു തിരിയിട്ട് ഒരു വശത്തേക്ക് മാത്രം തിരിയിട്ട് വേണമെങ്കിലും നമുക്ക് തെളിയിക്കാം. രാവിലെയൊക്കെ വേണമെങ്കിൽ അങ്ങനെയും തെളിയിക്കാം. നമ്മൾ മൺചിരാതിൽ ഒരു വശത്തേക്ക് മാത്രം തിരിയിട്ടല്ലേ തെളിയിക്കുന്നത്, അങ്ങനെയും തെളിയിക്കാം. സാധാരണ നമ്മൾ 2 വശത്തുകൂടി തിരിയിട്ടിട്ട് ഒരു കൂപ്പുകൈയുടെ ആകൃതിയിൽ തിരിയിട്ട് തെളിയിക്കാറുണ്ട്. അങ്ങനെ തെളിയിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ 2 വശത്തുകൂടി വരുന്ന ആ തിരി ഒന്നിച്ചു ചേർത്ത് വെച്ച് നന്നായി ആ തിരി ഒന്നിച്ചു ചേർത്ത് വെച്ചിട്ട് വേണം തെളിയിക്കാൻ. അതായത് തെളിയിച്ച് കഴിയുമ്പോൾ ആ ദീപനാളം ഒന്നായി തന്നെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണം. അല്ലാതെ ഇങ്ങനെ 2ആയിട്ട് തെളിഞ്ഞു കാണരുത്. ദീപത്തിനാണ് പ്രാധാന്യം. ആ ദീപം ഒന്നായി തന്നെ തെളിഞ്ഞ് കാണണം. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇനി എങ്ങനെ ദീപം തെളിയിക്കുന്നതാണ് ഉത്തമം? എങ്ങനെ തെളിയിച്ചാലും നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സ് എത്ര സന്തോഷത്തോടു കൂടി, എത്ര തൃപ്തിയോടുകൂടി നമ്മൾ ആ മനസ്സുകൊണ്ട് ദീപം തെളിയിക്കുന്നുവോ അതിനാണ് ഐശ്വര്യം. ഇനി ഒരു തിരിയിട്ട് ദീപം തെളിയിക്കാം, 2 തിരിയിട്ട് ദീപം തെളിയിക്കാം, 5 തിരിയിട്ട് ദീപം തെളിയിക്കാം, 7 തിരിയിട്ട് ദീപം തെളിയിക്കാം. അങ്ങനെയൊക്കെ തെളിയിക്കാം. അങ്ങനെ തെളിയിക്കുന്ന സമയത്ത് 5 തിരിയിട്ട് ദീപം തെളിയിക്കുക എന്ന് പറയുന്നത് ഒരു വിളക്കിൽ തന്നെ വേണമെങ്കിൽ 5 തിരിയിട്ട് ദീപം തെളിയിക്കാം. അതല്ലെങ്കിൽ ഒരു നിലവിളക്കും പിന്നീട് 4 മൺചിരാതുകളും ആ രീതിയിലും നമുക്ക് തെളിയിക്കാം. വിളക്കിനല്ല, ദീപനാളത്തിനാണ് പ്രാധാന്യം. അങ്ങനെയും ചെയ്യാം. ഇനി ഒരു വിളക്കിൽ തന്നെയാണ് 5 തിരിയിട്ട് ദീപം തെളിയിക്കുന്നത് എങ്കിൽ നമുക്ക് തോന്നുന്നത് പോലെ തിരിയിടുകയോ ദീപം തെളിയിക്കുകയോ ചെയ്യരുത്. അതിനൊരു ചിട്ടവട്ടമുണ്ട്. അതായത് പ്രദക്ഷിണ വഴിയിൽ മാത്രമേ ദീപം തെളിയിക്കുവാൻ പാടുള്ളൂ. അതായത് ആദ്യം കിഴക്കോട്ട് ഇട്ടിരിക്കുന്ന തിരിയിൽ ദീപം തെളിയിക്കുക. അതിനുശേഷം പിന്നീട് തിരിയിടേണ്ടത് തെക്കോട്ടാണ്. തെക്കോട്ട് തെളിയിക്കുക.
പിന്നീട് പടിഞ്ഞാട്ട് തെളിയിക്കുക, പിന്നെ വടക്ക് വശത്തുള്ള ദീപം തെളിയിക്കുക. അതിനുശേഷം പിന്നെ ഒരു തിരിയുണ്ട്. ഇപ്പം 4 ദിക്കുകളായി. പിന്നെ ഒരു തിരി, അതാണ് പലർക്കും സംശയം തോന്നുന്നത്. അത് എവിടെയെങ്കിലും അങ്ങിടും. അങ്ങനെ എവിടെയെങ്കിലും അല്ല ഇടേണ്ടത്. അത് വടക്ക് കിഴക്ക് ദിശയിലേക്ക് നോക്കി വേണം ഇടാനായിട്ട്. അത് കൈലാസത്തിലേക്ക് നോക്കി തെളിയിക്കുന്നതാണ്, ഭഗവാന് വേണ്ടി, മഹേശ്വരന് വേണ്ടി തെളിയിക്കുന്നതാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ വേണം തെളിയിക്കാനായിട്ട്. അതായത് ആദ്യം കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്കു കിഴക്ക്, ഈ രീതിയിൽ വേണം ദീപം തെളിയിക്കാനായിട്ട്. അതുപോലെ തന്നെ നിലവിളക്ക്, അത് ഒരു കാരണവശാലും വെറും തറയിൽ വെച്ച് തെളിയിക്കാൻ പാടില്ല. ഒരു പാത്രത്തിൽ, അതായത് ഒരു തളികയിലെങ്കിലും വെച്ച് വേണം തെളിയിക്കാനായിട്ട്. അക്കാര്യം ഒന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കുക. പിന്നെ ഒരു സംശയമുള്ളത്, നേരിട്ട് നിലവിളക്കിലേക്ക് ദീപം തെളിയിക്കാമോ എന്നുള്ളതാണ്. ആചാര്യന്മാർ പറയുന്നത് നേരിട്ട് തീപ്പെട്ടി ഉരച്ച് തെളിയിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ഒരു കൊടിവിളക്കിലേക്ക് ദീപം പകർന്നതിനു ശേഷം ആ കൊടിവിളക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ നിലവിളക്കിൽ ദീപം തെളിയിക്കണമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. പല വീടുകളിലും ഇപ്പോൾ കൊടിവിളക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ഒരു മൺചിരാതിൽ ഒരു ദീപം തെളിയിക്കുക. അതിനുശേഷം ആ മൺചിരാതിലെ ദീപം ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ നിലവിളക്കിലേക്ക് ദീപം പകരുക. അങ്ങനെയാണ് സാധാരണ ചെയ്യേണ്ടത്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, രാവിലെ മാത്രമേ എനിക്ക് നിലവിളക്ക് തെളിയിക്കുവാൻ സാധിക്കുന്നുള്ളൂ. സന്ധ്യയ്ക്ക് ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ രാത്രിയാകുന്നു. അതുകൊണ്ട് സന്ധ്യാദീപം എനിക്ക് തെളിയിക്കുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്തു ചെയ്യും? രാവിലെ മാത്രം തെളിയിച്ചാൽ മതിയോ? ഇങ്ങനെയൊരു സംശയം സാധാരണ കേൾക്കാറുണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്താണോ തെളിയിക്കുവാൻ സാധിക്കുന്നത് ആ സമയത്ത് തെളിയിക്കുക. സന്ധ്യാദീപം തെളിയിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീട്ടിലെത്താൻ സാധിക്കുന്നില്ല, വീട്ടിൽ മറ്റാരും തെളിയിച്ചു തരാൻ, അതായത് വിളക്ക് തെളിയിക്കാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് രാവിലെ തെളിയിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ രാവിലെ തെളിയിച്ച് പ്രാർത്ഥിക്കുക. ഇനി മറ്റൊരു സംശയമുള്ളത്, എത്ര സമയം ഈ ദീപം തെളിഞ്ഞിരിക്കണം? ഏറ്റവും നല്ലത് 1 മണിക്കൂറെങ്കിലും തെളിഞ്ഞിരിക്കുന്നത് ശ്രേഷ്ഠമാണ്. ഏറ്റവും കുറഞ്ഞത് 1 നാഴിക നേരമെങ്കിലും തെളിഞ്ഞിരിക്കണം. അതായത് 24 മിനിറ്റ്. 24 മിനിറ്റ് ഏറ്റവും കുറഞ്ഞ സമയവും. പരമാവധി നിങ്ങൾക്ക് 1 മണിക്കൂർ തെളിയിച്ചു വെക്കാം. അതിനുശേഷം അണയ്ക്കാം. അതല്ല, അതിൽ കൂടുതൽ സമയം വേണമെങ്കിലും തെളിയിച്ചു വെക്കാം. അതിൽ തെറ്റില്ല. പക്ഷേ ശ്രദ്ധിച്ചു കൊള്ളണം, കരിന്തിരി കത്തരുത്. അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഏറ്റവും കുറഞ്ഞത് 24 മിനിറ്റെങ്കിലും വിളക്ക് തെളിഞ്ഞിരിക്കണം. ഇനി എങ്ങനെ വിളക്ക് അണയ്ക്കാം? ഒരു കാരണവശാലും തല്ലി അണയ്ക്കരുത്. ഊതി, അതായത് നമ്മൾ വാ കൊണ്ട് ഊതി അങ്ങനെ വിളക്ക് അണയ്ക്കാൻ പാടില്ല. ഏറ്റവും ഉത്തമം ആ നിലവിളക്കിലെ തിരി ആ എണ്ണയിലേക്ക് പുറകോട്ട് വലിച്ച് ആ എണ്ണയിലേക്ക് ചേർത്ത് അങ്ങനെ ആ തിരി കെടുത്തുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു സംശയം, അതായത് നമ്മൾ രാവിലെ തെളിയിക്കുന്ന വിളക്കിലെ എണ്ണയും തിരിയും, അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് തെളിയിക്കുന്ന വിളക്കിലെ എണ്ണയും തിരിയും, അത് എന്തു ചെയ്യണം? അതായത് പഴകിയ എണ്ണയും തിരിയും എന്തു ചെയ്യണമെന്നുള്ളത്. ചിലർ അതേ എണ്ണ ഉപയോഗിച്ച് തന്നെ, അതേ തിരി ഉപയോഗിച്ച് തന്നെ വൈകുന്നേരവും സന്ധ്യയ്ക്കും തെളിയിക്കാറുണ്ട്. സാധാരണ പഴയ വീടുകളിലൊക്കെ 2 വിളക്കുകൾ തെളിയിക്കാറുണ്ട്. അതായത് ഒന്ന് മൂദേവിക്കും, രണ്ടാമത്തേത് ശ്രീദേവിക്കും. മൂദേവിക്ക് നമ്മൾ ആദ്യം വിളക്ക് തെളിയിക്കും. അത് വീടിന് പുറത്താണ് തെളിയിക്കുന്നത്. അങ്ങനെ മൂദേവിക്ക് തെളിയിക്കുന്ന വിളക്കിലേക്ക് ഈ എണ്ണയും തിരിയും ഉപയോഗിക്കുന്ന ഒരു പതിവ് ഉണ്ട്. അതായത് പുറത്ത് ഒരു മൺചിരാതോ എന്തെങ്കിലും വെക്കുക, അതിനകത്തേക്ക് നമ്മുടെ ഈ പഴയ തിരിയും എണ്ണയും കൊണ്ടുവന്ന് ഒഴിക്കുക. അതിനുശേഷം സന്ധ്യാസമയത്ത് ആദ്യം
ആ ദീപം തെളിയിക്കുക. അത് വീടിന് പുറത്താണ് തെളിയിക്കേണ്ടത്. അപ്പോൾ മൂദേവി അവിടേക്ക് വന്ന് ഇരുന്നു കൊള്ളും. അതിനുശേഷം വീട്ടിൽ വിളക്ക് നന്നായിട്ട്, നമ്മുടെ നിലവിളക്ക് നന്നായിട്ട് തേച്ചു കഴുകി വൃത്തിയാക്കി നല്ല എണ്ണയും തിരി ഉപയോഗിച്ചിട്ട് മഹാലക്ഷ്മിക്ക് വേണ്ടി നമ്മൾ പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കണം. ഇതാണ് പണ്ട് മുതലേ ചെയ്തു വരുന്ന ഒരു രീതി. ഇനി മറ്റൊരു സംശയം, അതായത് വിളക്ക് തെളിയിക്കുമ്പോൾ തല കുളിക്കണമെന്ന് നിർബന്ധമുണ്ടോ? നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കുളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം മാത്രം കുളിക്കുക എന്നുള്ളതല്ല, ശരീരവും തലയും നമ്മൾ കുളിക്കാറുണ്ട്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അത് ആവശ്യമാണ്. എന്നാൽ തമിഴ്നാട്, ആന്ധ്ര അങ്ങനെയുള്ള ചില സംസ്ഥാനങ്ങളൊക്കെ തന്നെ എല്ലാ ദിവസവും തല കുളിക്കുന്ന ഒരു ശീലം അവർക്കില്ല. അതിന് കാരണം അവർക്ക് ലഭിക്കുന്ന വെള്ളത്തിൻ്റെ ആ ഒരു കാഠിന്യം കൊണ്ടാണ്. അവരെല്ലാ ദിവസവും തലയിൽ വെള്ളം കോരി ഒഴിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ തലമുടിക്കും അവരുടെ ശരീരത്തിനുമൊക്കെ ദോഷമുണ്ടാക്കും. അതുകൊണ്ട് അവർ എല്ലാ ദിവസവും ശരീരം മാത്രം കുളിക്കും, ദേഹം കുളിക്കും, മേല് കഴുകും. തലമുടി ആഴ്ചയിൽ 2-3 ദിവസമായിട്ട് മാത്രം മാറ്റിവെക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും അവർ ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്, തല കുളിച്ച് നല്ല വൃത്തിയായിട്ട് മാത്രമേ അവർ ക്ഷേത്രത്തിൽ പോകാറുള്ളൂ. അതുകൊണ്ട് കുളിച്ച് ശുദ്ധമായിട്ട് മാത്രമേ നിലവിളക്ക് തെളിയിക്കുവാൻ പാടുള്ളൂ. ചിലർ രാവിലെ കുളിക്കും, നിലവിളക്ക് തെളിയിക്കും. വൈകുന്നേരം മേല് മാത്രം കഴുകിയിട്ട് വിളക്ക് തെളിയിക്കും. അതിൽ തെറ്റില്ല. പക്ഷേ ശരീരശുദ്ധിയെങ്കിലും നിർബന്ധമായും വരുത്തിയിരിക്കണം. അല്ലാതെ ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടു, കുറച്ച് നേരം കിടന്നുറങ്ങി, വൈകുന്നേരം ചായയൊക്കെ കുടിച്ചു, പിന്നീട് ഓടിപ്പോയി വിളക്ക് തെളിയിച്ചു, അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കരുത്. വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് ഏറ്റവും കുറഞ്ഞത് ദേഹശുദ്ധിയെങ്കിലും വരുത്തിയിരിക്കണം. പിന്നെ അന്നത്തെ ദിവസം അത് എപ്പോഴെങ്കിലും ഒന്ന് തല കുളിക്കാനും ശ്രദ്ധിക്കുക. കാരണം ചിലർക്ക് 2 നേരവും വിളക്ക് തെളിയിക്കുന്നുണ്ട്, 2 നേരം കൂടി കുളിക്കാൻ സാധിക്കുകയില്ല. രാവിലെ മാത്രം ഞാൻ കുളിച്ചു, വൈകുന്നേരം ഞാൻ മേല് കഴുകി. ശരി, പക്ഷെ രാവിലെയെങ്കിലും നിർബന്ധമായും കുളിച്ചിരിക്കണം. വൈകുന്നേരം നിലവിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് നിർബന്ധമായും ദേഹശുദ്ധിയെങ്കിലും വരുത്തിയിരിക്കണം. അക്കാര്യം ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യം, സന്ധ്യാദീപം തെളിയിക്കുമ്പോൾ നമ്മൾ ഏത് നാമമാണ് ജപിക്കേണ്ടത് എന്നുള്ളത്. സന്ധ്യാദീപം തെളിയിക്കുമ്പോൾ ജപിക്കേണ്ടുന്ന ധാരാളം നാമങ്ങളുണ്ട്. എങ്കിലും പൊതുവായി നമ്മൾ സാധാരണയായിട്ട് എല്ലാവരും ജപിക്കുന്ന ഒരു നാമം, അത് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാവുന്നതാണ്. ശിവം ഭവതു കല്യാണം ആയുരാരോഗ്യ വർദ്ധനം മമ ദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. ഈ നാമം ജപിച്ചുകൊണ്ടാണ്, 3 തവണ ഈ നാമം ജപിച്ചുകൊണ്ടാണ് നമ്മൾ ദീപം തെളിയിക്കുന്നത്. അതിനുശേഷം സന്ധ്യാദീപം തെളിയിക്കുന്നത്. അതിനുശേഷം നമ്മൾ സന്ധ്യാദീപത്തെ നോക്കിയൊന്ന് വന്ദിക്കും. അതിനുശേഷം അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ നാമം ജപിച്ച് നമ്മൾ വിളക്ക് തെളിയിച്ചു കഴിഞ്ഞു. അതിനുശേഷം ജപിക്കാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ മറ്റൊരു നാമമുണ്ട്. ആ നാമം ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓം ഹ്രീം അഷ്ട ഐശ്വര്യസ്വരൂപിണി സന്ധ്യാദേവി വന്ദനം മമ ഗൃഹേ ആസനമിതം സ്വാഗതമസ്തു. ഈ നാമം നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം നമ്മൾ ആ നിലവിളക്കിൻ്റെ ദീപനാളങ്ങളിലേക്ക് നോക്കി ഈ മന്ത്രം 3 തവണ ജപിക്കണം. അതിനുശേഷം നമ്മൾ തല കുമ്പിട്ട് നമ്മുടെ നിലവിളക്കിനെ വന്ദിക്കണം. ഇതിൻ്റെ അർത്ഥം സന്ധ്യാദേവി നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നു, ദേവിയെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് ആ നിലവിളക്കിൽ സന്ധ്യാദേവിയുടെ സാന്നിധ്യമുണ്ട്. പിന്നീട് നമുക്കിഷ്ടമുള്ള മറ്റു നാമങ്ങളൊക്കെ
ജപിക്കാം. ആദ്യം വിനായകനെ പ്രാർത്ഥിക്കാം, പിന്നീട് നമ്മുടെ കുടുംബ ദേവതയെ പ്രാർത്ഥിക്കാം, പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ദേവന്മാരെയും ദേവിമാരെയും ഒക്കെ പ്രാർത്ഥിക്കാം. മറ്റൊരു സംശയം, നിലവിളക്ക് തെളിയിക്കുമ്പോൾ നിലവിളക്കിൻ്റെ കൂട്ടത്തിൽ മറ്റെന്തൊക്കെ സാധനങ്ങൾ വയ്ക്കണം എന്നുള്ളതാണ്. നിലവിളക്കിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വയ്ക്കേണ്ടുന്ന കാര്യങ്ങൾ, അത് പുഷ്പം, ധൂപം അതായത് ചന്ദനത്തിരി, അതിനുശേഷം ജലം, കിണ്ടിയിൽ ജലം, ചന്ദനം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വയ്ക്കേണ്ടത്. അതായത് 5 കാര്യങ്ങൾ: നിലവിളക്ക്, പുഷ്പം, ജലം, ചന്ദനം, ചന്ദനത്തിരി അല്ലെങ്കിൽ ധൂപം, ഈ 5 കാര്യങ്ങൾ. ഇപ്പോൾ ഒരു സംശയം തോന്നും, ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, ഞാൻ വിദേശത്താണ്, പൂക്കളൊന്നും എനിക്ക് ലഭിക്കുന്നില്ല. ശരി, വേണ്ട. നമ്മുടെ സാഹചര്യം എങ്ങനെയാണോ ആ സാഹചര്യത്തിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ മനസ്സാണ് ഏറ്റവും പ്രധാനം. നമുക്ക് പൂക്കൾ കിട്ടുമ്പോൾ നമുക്ക് പൂക്കൾ സമർപ്പിക്കാം. കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നിലവിളക്ക് പോലും തെളിയിക്കേണ്ട എന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. ഇനിയൊരു സംശയം, കിണ്ടി അത് എവിടെ വെക്കണം? നിലവിളക്കിൻ്റെ ഏതു വശത്താണ് കിണ്ടി വെക്കേണ്ടത്? നമ്മൾ നിലവിളക്കിലേക്ക് നോക്കി നിന്ന് തൊഴുന്ന സമയത്ത് നമ്മുടെ വലതു കൈ എവിടെയാണോ വരുന്നത് ആ വശത്ത് വേണം കിണ്ടി വെക്കേണ്ടത്. അതായത് നമ്മുടെ വലതു കൈയുടെ നേരെ. നമ്മൾ നിലവിളക്കിലേക്ക് നോക്കി നിന്ന് തൊഴുന്നു, നമ്മുടെ വലതു കൈ ഏതു ഭാഗത്താണോ വരുന്നത് നമുക്ക് ആ വലതു കൈ അതേ ഭാഗത്തേക്ക് തന്നെ നീട്ടിയാൽ നമുക്ക് കിണ്ടിയിൽ തൊടാൻ പറ്റണം. അങ്ങനെ നമ്മുടെ വലതു കൈ ഏതു ഭാഗത്താണോ വരുന്നത് ആ ഭാഗത്ത് വേണം വിളക്കിൻ്റെ കിണ്ടി വെക്കാനായിട്ട്. നമ്മുടെ കൈ അനുസരിച്ചിട്ട് വേണം, കൈയുടെ ആ ഒരു ദിശ അനുസരിച്ചിട്ട് വേണം കിണ്ടി വെക്കാനായിട്ട്, അല്ലാതെ വിളക്കിൻ്റെ അനുസരിച്ചിട്ടല്ല. ആ കാര്യമൊന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പൊതുവെ നിലവിളക്ക് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് അറിയാനുള്ളത്. ഗൃഹസ്ഥാശ്രമികളായ മനുഷ്യർ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ഇതിനു മുമ്പ് ഒരു പക്ഷേ അറിയാവുന്നതായിരിക്കും. എങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് മാറിപ്പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങളുടെ സംശയങ്ങളെല്ലാം മാറിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങളൊന്ന് എഴുതിക്കൊള്ളുക. അതുകൂടാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലും ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എല്ലാവരുടെയും സംശയങ്ങളൊക്കെ മാറി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.